എന്ന് പറയുന്നത് നമ്മൾ കട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്സി അസെറ്റിലിൻ കട്ടിങ് എക്യുപ്മെന്റ് ആണ്. വെൽഡിങ് എക്യുപ്മെന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കട്ടിങ് എക്യുപ്മെന്റ് ഒരു എന്താണ് സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നതിന് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ കട്ടിങ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നതിന്റെ ആംഗിള്, കട്ടിങ് എക്യുപ്മെന്റിന്റെ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്, എനിക്കറിയാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓക്സിജന്റെ ഒരു സ്ട്രീം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹൈ പ്രഷർ സ്ട്രീം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലീവർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് കട്ട് ഓഫ് ഓക്സി അസെറ്റിലിൻ കട്ടിങ് ഓപ്പറേഷൻ? അപ്പോൾ നമ്മൾ ഓക്സി അസെറ്റിലിൻ കട്ടിങ് ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് നമുക്കറിയാലോ, കുറച്ച് ഒരു 4 mm തിക്നെസ്സിന് മുകളിലുള്ള എന്താണ് MS പ്ലേറ്റുകളെയാണ് നമ്മൾ പ്രധാനമായിട്ട് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക. അതായത് ഫെറസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സി അസെറ്റിലിൻ കട്ടിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്താണ് ആ കട്ടിങ്ങിന്റെ ഭാഗം എങ്ങനെയാണ് ഇരിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ സോക്കട്ട്. അതായത് സോക്കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നമ്മള് മരമൊക്കെ മുറിക്കുമ്പോൾ മരത്തിന്റെ വാളൊക്കെ വെച്ചിട്ട് നമ്മൾ മരം മുറിക്കുന്ന സമയത്ത് അവിടെ ഏകദേശം ഒരു കുറച്ച് ഈ രീതിയിലുള്ള കട്ടുകൾ വരും. അതിനാണ് ഈ സോക്കട്ട് എന്ന് പറയുന്നത്. അതായത് മരം കട്ട് ചെയ്യുമ്പോൾ ആ സോയുടെ പല്ലുകൾ കൊണ്ടുകൊണ്ട് കുറച്ച് കൊറോസ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഫിനിഷ് വരും. അപ്പോൾ ആ രീതിയിലാണോ? ഓപ്ഷൻ എ അതാണ്. ബീവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെരിഞ്ഞിട്ടുള്ളത്, ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫിനിഷ് ആയിട്ടുള്ളത്, റെസിനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിളക്കമുള്ളത് അല്ലെങ്കിൽ ചെറിയൊരു അങ്ങനെയായിരിക്കും. എങ്ങനെയായിരിക്കും, ഏതായിരിക്കും ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്? സോക്കട്ടാണ്. യെസ്, സോക്കട്ടാണ് അതിന്റെ ഉത്തരം വരുന്നത്. അതെന്താണെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഞാൻ കൂടി പറയാം. നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് കുറച്ച് ഈ ഓക്സിഡേഷൻ എന്നുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്ത് നമ്മൾ ഹൈ സ്ട്രീമിൽ എന്ത് കൊടുക്കുകയാണ്? ഓക്സിജൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ അവിടെ എന്ത് സംഭവിക്കുകയാണ്? ഈ മെറ്റല് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് സ്ലാഗ് ആയിട്ട് മാറുകയാണ്. അത് ഫെറസ് ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ മാറുകയാണ്. ഉരുകിയിട്ട് അതിനെ ഉരുകി അതിലെ അടിയിലേക്ക് ഇങ്ങനെ വീഴാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഉരുകി വീഴുന്ന കാരണം അതിന് ഒരു മരം മുറിക്കുന്ന രീതിയിലുള്ള ചെറിയ കട്ടുകൾ വരാറുണ്ട്. അപ്പോ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്സി അസെറ്റിലിൻ കട്ടിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ? ഏത് തരത്തിലുള്ള മെറ്റീരിയലിന് അനുയോജ്യമാണ് ഓക്സി അസെറ്റിലിൻ കട്ടിങ് എന്നാണ് ചോദിക്കുന്നത്. ബ്രാസ്, ഫെറസ് ആൻഡ് നോൺ ഫെറസ്, ഫെറസ്, അലുമിനിയം. അപ്പോ ഇതില് ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ഫെറസ് ആൻഡ് നോൺ ഫെറസ്. ആക്ച്വലി നമുക്ക് നോൺ ഫെറസ് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിന്റെ ഉത്തരം ഫെറസ് എന്നാണ്. കാരണം നമ്മൾ ഒരു കാരണവശാലും നോൺ ഫെറസ് മെറ്റൽസ് കട്ടിങ് ഇതിന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യില്ല. ഓക്സി അസെറ്റിലിൻ കട്ടിങ്ങിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫെറസ് മെറ്റൽസ് മാത്രമാണ്. ആക്ച്വലി നമ്മൾ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ നോൺ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് തന്നെ പഠിക്കണം. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഫെറസ് മെറ്റലുകൾ മാത്രമാണ് നമ്മൾ ആക്ച്വലി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നോൺ ഫെറസ് മെറ്റലുകൾ ഒരു കാരണവശാലും നോൺ ഫെറസ് മെറ്റലുകൾ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കില്ല. കാരണം അതൊരു സ്യൂട്ടബിൾ മെത്തേഡ് അല്ല. അത് കട്ട് ചെയ്യുന്നതിന് പകരം അത് ഉരുകി പോവായിരിക്കും മിക്ക സമയത്തും ഉണ്ടാവുക. അപ്പൊ അത് കാരണം നമ്മൾ അത് ഉപയോഗിക്കില്ല. പിന്നെ ഓക്സിഡേഷൻ പ്രോസസ്സിലൂടെ നോൺ ഫെറസിനെ കട്ട് ചെയ്യുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ നോൺ ഫെറസ് മെറ്റൽസ് നമ്മൾ ഒരു കാരണവശാലും ഓക്സി അസെറ്റിലിൻ കട്ടിങ് വെച്ചിട്ട് ചെയ്യില്ല. ഫെറസ് മാത്രമാണ് അതിന്റെ ഉത്തരം. ഞാൻ ചെറിയൊരു കൺഫ്യൂഷൻ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നോൺ ഫെറസും കൂടി ആഡ് ചെയ്തത്. ആക്ച്വലി അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫെറസിന് മാത്രമാണ് കേട്ടോ. നോൺ ഫെറസിൽ അലുമിനിയം, ബ്രാസ് ഒക്കെ വരും. നോൺ ഫെറസ് എന്ന് പറയാലോ പ്രധാനപ്പെട്ട കമ്പോണന്റ് അയോണിന്റെ ഏതെങ്കിലും ഒരു മിശ്രിതോ കൂടിയിട്ടുള്ള മെറ്റൽ ആണെങ്കിൽ അതിനെ നമ്മൾ ഫെറസ് മെറ്റൽ എന്നും, അയണിന്റെ കണ്ടന്റ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? നോൺ ഫെറസ് മെറ്റൽ എന്ന് പറയും. ഇതില് ബ്രാസും അലുമിനിയം നോൺ ഫെറസ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഫെറസ് ആണ് കേട്ടോ വരുന്നത്. അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. നമ്മുടെ ടെക്സ്റ്റില് കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. The jet of oxygen in gas cutting making a gaps is called. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും.
നമ്മൾ കട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. രണ്ട് പോർഷൻ ഇങ്ങനെ കട്ടായിട്ട് പോവാണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ചെറിയ ഭാഗത്തിന് എന്താ പറയാന്നാണ് ചോദിക്കുന്നത്. ഈ ഭാഗത്തിന് എന്താണ് പറയാ? എന്താണ് പറയാ? കട്ടിംഗ് ഗ്യാപ്പ്, കർഫ്, കർട്ട്, സോട്ടീത്ത് ഗ്യാപ്പ്. യെസ്, പറയൂ. ഓപ്ഷൻ ഡി കർഫ്. കർഫ്. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ചെറിയ ഇതാണ്. അപ്പോൾ അത് കർഫ് തന്നെയാണ്. കർഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കർഫ് എന്ന് തന്നെ പഠിച്ചിട്ട് പോകണം. കാരണം അതിനെങ്കിൽ ഈ കർട്ട്, സോട്ടീത്ത് ഗ്യാപ്പ്, കാരണം ഈ സോട്ടീത്ത് എന്നുള്ളത് നമ്മൾ മുന്നേ ഇതാക്കിയിട്ടുള്ള കാരണം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സോട്ടീത്ത് ഗ്യാപ്പിലേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ കട്ടിംഗ് ഗ്യാപ്പിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ കെർഫ് എന്നുള്ള ഒരു വാക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. കെർഫ് എന്ന് പഠിക്കാത്ത കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കെർട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കെർപ്പോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആയിട്ട് അതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കെർഫ് എന്ന് തന്നെ പഠിക്കണം. ആ ഗ്യാപ്പിന് പറയുന്ന പേര് കെർഫ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ ഈസ് സഫീഷ്യന്റ് ഫോർ മെൽറ്റിംഗ് 1 kilogram ഓഫ് അയൺ? ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഉത്തരം പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും എന്താണ് എന്നുള്ള ഓപ്ഷൻസ് ഞാൻ ഓരോ ഓപ്ഷൻസും വെച്ചിട്ടുള്ളത് ഓരോന്നിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതില് ഏതാണോ ഈ ഓപ്ഷനിൽ ഏതാണ് ഓപ്ഷൻ? 300 liters അല്ലേ? 300 liters ആണ്. ഓക്കെ, ഇതില് 200 liters ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. ഇതില് 300 liters ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. അപ്പോൾ നമ്മള് എന്താ പറയാ, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമ്മളെ ഗ്യാസ് സിലിണ്ടറിന്റെ അസറ്റിലിൻ ഗ്യാസിന്റെ എന്താണ് വോളിയം എത്രയാന്ന് നമുക്കറിയാം. അതുപോലെ ഓക്സിജൻ ഗ്യാസിന്റെ വോളിയം എത്രയാന്ന് അറിയാം. പക്ഷെ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? 1 kilogram അയണിനെ പൂർണ്ണമായിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതില് ലിറ്റേഴ്സ് എന്നുള്ള വാക്ക് ഞാനത് വെച്ച കാരണമാണ് നമുക്ക് 300 liters ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. എന്താ പറയാ, അത് വെറുതെ ഓക്സിജൻ ഹൗ മെനി ഓക്സിജൻ എന്ന് ചോദിക്കുകയാണെങ്കിലും 300 liters നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. 6 meter ക്യൂബോ അല്ലെങ്കിൽ 7 meter ക്യൂബോ അല്ല. അത് അതിന്റെ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള അസറ്റിലിന്റെയും ഓക്സിജന്റെയും അളവുകൾ മാത്രമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഈ ഒരു കാര്യം എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്, 300 liters എന്നുള്ളത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് അതിന്റെ ആ 6 meter ക്യൂബ് അല്ല അല്ലെങ്കിൽ 7 meter ക്യൂബ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. 7 meter ക്യൂബോ അല്ലെങ്കിൽ 6 meter ക്യൂബോ എന്നുള്ളത് അസറ്റിലിന്റെയും ഓക്സിജന്റെയും അതിന്റെ സിലിണ്ടറിലുള്ള ടോട്ടൽ വോളിയമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഗ്യാസ് കട്ടിംഗ്? അപ്പൊ നമ്മൾ ഗ്യാസ് കട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ ഉണ്ട് സ്റ്റീലിന്. അത് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 650 to 750 ഡിഗ്രി, ഓപ്ഷൻ ബി 800 to 850 ഡിഗ്രി, ഓപ്ഷൻ സി 875 to 900 ഡിഗ്രി, ഓപ്ഷൻ ഡി 900 to 1050 ഡിഗ്രി. ഓക്കെ, ഇതിലേതാണ്? ഓപ്ഷൻ സി അല്ലേ സർ? എന്താണ് ഓപ്ഷൻ സി? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 875 to 900. പക്ഷെ ചില ടെക്സ്റ്റുകളിൽ 900 എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും പഠിക്കുക. 875 to 900 എന്നും പഠിക്കുക, അതുപോലെ തന്നെ 900 എന്നും പഠിക്കുക. അപ്പോ കൃത്യമായിട്ട് ഇങ്ങനെ സ്പാൻ ഓഫ് ടെമ്പറേച്ചർ ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ കാർബൺ കണ്ടന്റ് ഒക്കെ അനുസരിച്ചിട്ട് ചെറിയ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒരു ചെറിയൊരു സ്പാൻ ഒക്കെ പറയുന്നത്. ഈ 875 to 900, 900 to 1050 എന്നൊക്കെ പറയുന്നത് അതിന്റെ കാർബൺ കണ്ടന്റ് അനുസരിച്ചിട്ട് അത് ഇഗ്നീഷൻ ആവാനുള്ള ടെമ്പറേച്ചറിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പറയാം 900 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 875 to 900 ഡിഗ്രി എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്സി അസറ്റിലിൻ കട്ടിംഗ് ടോർച്ച് ഈസ് യൂസ്ഡ് ടു കട്ട് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് ഡാഷ് ബിലോ 4 mm, എബോവ് 4 mm, അതുപോലെ എബോവ് 3 mm, ബിലോ 5 mm. അത് ഞാൻ ഇതിലിപ്പോ ബിലോ 5 mm എന്നൊക്കെ പറയുമ്പോൾ എബോവ് 3 mm എന്നൊക്കെ പറയുമ്പോഴും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ആ ടെക്സ്റ്റിലത്തെ ആ വേർഡുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇതിലേതായിരിക്കും വരിക? above 4 mm.
എബോവ് 4 mm ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. അത് നമ്മൾ അതിൽ ഇപ്പോ നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ എബോവ് 3 mm എബോവ് 4 mm തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? സാധാരണ നമ്മൾ അത് ആ ഒരു വാക്ക് തന്നെ സ്പെസിഫൈ ചെയ്യും. നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ തന്നെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോ ഈ ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എബോവ് 4 mm ആണ്. അപ്പൊ 4 mm മുകളിലുള്ള MS പ്ലേറ്റുകൾ കട്ട് ചെയ്യാനാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്സി അസറ്റിലിൻ കട്ടിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കട്ടിംഗ് ടോർച്ച് ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The tip of the cutting nozzle of oxyacetylene cutting torch should be held at a distance of dash above the surface. അപ്പോൾ അതിന് അർത്ഥം അറിയാലോ നമുക്ക്. നമ്മുടെ ഈ കട്ടിംഗ് നോസിലിന്റെ ഓക്സിയാസിറ്റിലിൻ ഫ്ലെയിമിന്റെ കട്ടിംഗ് നോസിലിന്റെ ടിപ്പ് നമ്മൾ കട്ട് ചെയ്യുന്ന ആ മെറ്റീരിയലിന്റെ സർഫസിൽ നിന്ന് എത്ര mm ഡിസ്റ്റൻസിൽ പിടിക്കണമെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ എ ആയിട്ട് വരുന്നത് 2 to 3 mm ആണ്. ഓപ്ഷൻ ബി 5 to 6 mm ആണ്. ഓപ്ഷൻ സി 8 to 10 mm ആണ്. ഓപ്ഷൻ ഡി 10 to 15 mm ആണ്. ഇതിലേതാണ് വരിക? 5 to 6. ഓപ്ഷൻ ബി 5 to 6 mm. ഓക്കെ, ഓപ്ഷൻ ബി തന്നെയാണ് 5 to 6. എന്നാ 2 to 3 mm അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 2 to 3 mm എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്തായിരിക്കും അതിന്റെ ഈ 2 to 3 mm ഇതേപോലെ തന്നെ ഒരു ഇത് ചെയ്യുന്നതാണ്. Inner contour. യെസ്, അതന്നെ. ഇന്നർ കോണിൽ നിന്നുള്ള അളവിനെ ഇതിനെയാണ് നമ്മൾ 2 to 3 mm ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ സ്പ്ലിറ്റിംഗ് ആംഗിൾ അയൺ. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഫോർ സ്പ്ലിറ്റിംഗ് ആംഗിൾ അയൺ ആണ്. ആംഗിൾ അയൺ വിച്ച് നമ്പർ ഓഫ് ഫോറിഫൈസ് ഈസ് യൂസ്ഡ് വൈൽ കട്ടിംഗ് ദ ഓക്സി അസറ്റിലിൻ കട്ടിംഗ്. ഓക്സി അസറ്റിലിൻ കട്ടിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആംഗിൾ അയൺ, ഇത് ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫോർ സ്പ്ലിറ്റിംഗ് ആംഗിൾ അയൺ, അതുപോലെ തന്നെ ട്രിമ്മിംഗ് പ്ലേറ്റും കൂടി ഉണ്ട് അതിൻ്റെ ഒപ്പം. ട്രിമ്മിംഗ് പ്ലേറ്റ് ആൻഡ് ഷീറ്റ് മെറ്റൽ കട്ടിംഗ്, ഇതിലേത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ ഇപ്പോൾ സ്പ്ലിറ്റിംഗ് അയൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ അതിനുപയോഗിക്കുന്ന മറ്റേ ഓറിഫൈസുകൾ എത്ര, അതിന്റെ ടിപ്പിൽ എത്ര ഹോളുകൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓറിഫൈസിൽ എത്ര ഹോളുകൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ അതില് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 2 ആണ്. ഓപ്ഷൻ ബി 4 ആണ്. ഓപ്ഷൻ സി 6 ആണ്. ഓപ്ഷൻ ഡി 3 ആണ്. ഇതിലേതാണ് വരിക? 2 ആണ് വരുന്നത്. യെസ്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു കാര്യത്തില്? ഇല്ലാന്ന് വിചാരിക്കുന്നു കൂടാ. 2 തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് 2 വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം സ്പ്ലിറ്റിംഗ് ആംഗിൾ അയൺ ഒന്നും വലിയ തിക്നെസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ ചെറിയ പ്ലേറ്റുകൾ ട്രിം ചെയ്യാൻ. അതുപോലെ ഞാനിതിൽ നിങ്ങൾക്ക് ഈ സ്പ്ലിറ്റിംഗ് ആംഗിൾ അയൺ മാത്രം വെക്കാൻ കാരണം നിങ്ങളൊന്ന് കൺഫ്യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ബാക്കി രണ്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ട്രിമ്മിംഗ് പ്ലേറ്റ് ആണെങ്കിലും ഷീറ്റ് മെറ്റൽ കട്ടിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിഗ്രി ഓഫ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ലൈറ്റ് ആണ്. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള പ്രീ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ ഹോൾസുകളുടെ ആവശ്യമില്ല. നമുക്ക് അത്ര ഹോൾസ് മതി. ഏറ്റവും മിനിമം ആയിട്ടുള്ള 2 ഹോൾസ് മതി. ഇനി നമുക്ക് മീഡിയത്തിലേക്കോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള പ്രീ ഹീറ്റിംഗ് വേണമെങ്കിൽ മാത്രമാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ 4 6 8 യൂസ് ചെയ്യുന്നത്. ഓക്കെ സാർ, ഇതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് റിവറ്റ് കട്ടിങ്ങിന് മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട്, 30 ഡിഗ്രി ആംഗിളും കൊടുത്തിട്ടുണ്ട്, പിന്നെ 45 ഡിഗ്രിയും കൊടുത്തിട്ടുണ്ട് ഈ ബുക്കിൽ. ഒരു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചിലത് 2 ഓപ്ഷനിലും കൊടുത്തിട്ടുണ്ട് സെയിം ഇതില്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത് പൂർണ്ണമായിട്ടല്ല എന്ന് തോന്നുന്നു. കാരണം ഫോർ ഹാൻഡ് കട്ടിംഗ് റിവറ്റ് ഹെഡ് ആൻഡ് മെഷീൻ കട്ടിംഗ് 30 ഡിഗ്രി ബിവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എത്രയാണ്? 30 ഡിഗ്രി ബിവൽ ഇട്ടോ. അതായത് ബിവൽ കട്ട് ആവുമ്പോൾ നമുക്കറിയാലോ 45 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ മൈറ്റർ കട്ട് എന്ന് പറയാം. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ബിവൽ കട്ട് എന്ന് പറയാറുള്ളത്, ചെറിയൊരു ആംഗിളിന് ബിവൽ കട്ട് എന്ന് പറയുന്നത്. അപ്പൊ 30 ഡിഗ്രി ബിവൽ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതെന്താണ്? ലൈറ്റ് പ്രീ ഹീറ്റിംഗ് ആവശ്യമുള്ളതാണ്. അപ്പൊ അതിന് എത്രയാണ്? 30 ഡിഗ്രി 2 ഹോൾ തന്നെയാണ്. എന്നാൽ എന്താണ് നമ്മള് ഫോർ മെഷീൻ കട്ടിംഗ് 45 ഡിഗ്രി ബിവൽ അല്ലെങ്കിൽ മൈറ്റർ ഓർ ഹാൻഡ് കട്ടിംഗ് റിവറ്റ് ഹെഡ്, അതിന്റെ ഉത്തരം എന്താണ് വരുന്നത്? അത് മീഡിയം ആയിട്ട് ചെയ്യണതാണ്.
45 ഡിഗ്രിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് മീഡിയം ആണ്. അത് കാരണം അതിന്റെ ഹോളുകൾ വ്യത്യാസമുണ്ട്. എത്രയാണ്? 3 ആയിട്ട് വരുന്നുണ്ട്. അപ്പോ ഞാൻ ഈ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ പ്രീ ഹീറ്റിംഗ് ഹോൾസ് നിങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ ഇതിൽ കാണുന്ന ഈ പ്രീ ഹീറ്റിംഗ് ഹോൾസുകൾ ഈ ഈ സെന്ററിലുള്ളത് കട്ടിംഗ് ഓക്സിജൻ വരാനുള്ളതാണ്. ഇതുപോലെയാണ് വരുന്നത്. ഇപ്പൊ 2 എണ്ണൊക്കെ ആണെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കില്ല, ഇത് രണ്ടും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. 3 എണ്ണാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു 120 ഡിഗ്രിയിൽ 360 ഡിഗ്രി ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ 120 ഡിഗ്രിയിൽ ഇവിടെയും അതുപോലെ ഇവിടെയും വെച്ചിട്ട് അങ്ങനെയായിരിക്കും ഇതിന് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇനിയിപ്പോ നമുക്ക് കൂടുതൽ വേണമെങ്കിലും ഇപ്പൊ 360 ഡിഗ്രിയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇപ്പൊ 6 എണ്ണാണെങ്കിൽ എന്ത് ചെയ്യുന്നതായിരിക്കും? 6 × 360 ഡിവൈഡ് 60 എന്നുള്ള രീതിയിൽ 60 ഡിഗ്രിയിൽ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 8 എണ്ണാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിഗ്രി അതിനനുസരിച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മള് ഫസ്റ്റ് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അവര് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്നതാണ്. ഹാൻഡ് കട്ടിംഗ് റിവറ്റ് ഹെഡ്. പക്ഷെ അത് 30 ഡിഗ്രി ആണെങ്കിൽ അത് എന്താണ്? ലൈറ്റ് പ്രീ ഹീറ്റിംഗ് മാത്രമാണ് ആവശ്യമുള്ളൂ. പക്ഷെ 45 ഡിഗ്രി ആണെങ്കിൽ അതൊരു മീഡിയം ഹീറ്റിംഗ് ആവശ്യമുണ്ട്. അപ്പോ 45 ഡിഗ്രി ആകുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുക 3 പ്രീ ഹീറ്റിംഗ് ഹോൾസ് ആണ്. 30 ഡിഗ്രി ബിവൽ കട്ട് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുക? 2 തന്നെയാണ് ഉപയോഗിക്കുക. അതുപോലെ 30 ഡിഗ്രി ആയ കാരണം അതിന്റെ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. ഇതിൽ 45 ഡിഗ്രി മൈറ്റർ ആയ കാരണം അതിന്റെ ആംഗിളും അത് വെച്ചിട്ടുള്ള ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഓക്കെ. പക്ഷേ അതിൽ കൊടുത്തു റിവറ്റ് ഹെഡ്സ് ആൻഡ് ഫോർ ഹാൻഡ് കട്ടിംഗ് റിവറ്റ് ഹെഡ്സ് ആൻഡ് മെഷീൻ കട്ടിംഗ്. നെക്സ്റ്റ് ഇതില് മെഷീൻ കട്ടിംഗ് 45 ഡിഗ്രി ബെവൽ, ഹാൻഡ് കട്ടിംഗ്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ റിവറ്റ് ഹെഡ്സ് വരുവാണെങ്കിലോ ഏത് ആംഗിളിലാണോ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് ആംഗിൾ നോക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതായത് 45 ഡിഗ്രി ആണെങ്കിലും ബിവൽ ആണെങ്കിലും 45 ഡിഗ്രി ആണെങ്കിൽ എന്താ പറയാ, ഇതിന്റെ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. അതായത് ഇതിന്റെ ഇതിങ്ങനെ ബെൻഡായിട്ട് നിൽക്കുന്നത്, ഈ ഓറിഫൈസ് ബെൻഡായിട്ട് നിൽക്കുന്നത് 45 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും. അതുപോലെ അതിന് വേണ്ടിയിട്ട് നമുക്ക് മീഡിയം പ്രീ ഹീറ്റിംഗ് നൽകേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ഡിഗ്രി ഓഫ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അത് കാരണമാണ് 3 ഹോൾ ഉപയോഗിക്കുന്നത്. ഇതിലും പറയും ആ ക്വസ്റ്റ്യനിൽ തന്നെ അതില്ലല്ലോ. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഓൺലി ചോദിക്കുന്നത് ഇതല്ലേ ഉള്ളൂ, ഫോർ ഹാൻഡ് കട്ടിംഗ് റിവറ്റ് ഹെഡ്. ഹെഡ് എന്ന് മാത്രം ചോദിക്കണല്ലോ ഒന്നുമില്ല. അങ്ങനെ ചോദിക്കുമ്പോ നമ്മള് കൺഫ്യൂഷൻ അല്ലേ? അതെ, കൺഫ്യൂഷൻ ആണ്. അപ്പോ നിങ്ങൾ അതിന്റെ കൂടെ മെഷീൻ കട്ടിങ് വെക്കേണ്ടിയിരുന്നു. എന്നാ നമുക്കത് അല്ല, രണ്ടിനും മെഷീൻ കട്ടിങ് ഉണ്ടല്ലോ. ഓക്കെ, രണ്ടിനും മെഷീൻ കട്ടിങ് ഉണ്ട്. അതായത് ഈ ലൈറ്റ് ആണെങ്കിലും മീഡിയം ആണെങ്കിലും രണ്ടും മെഷീൻ കട്ടിങ്ങിന് ഉപയോഗിക്കും തന്നെയാണ്. രണ്ടും മെഷീൻ കട്ടിങ്ങിന് ഉപയോഗിക്കും. മാത്രമാണ് വ്യത്യാസമുള്ളത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓപ്ഷൻ വരുമ്പോ അതിന്റെ ഒറിഫൈസിന്റെ ആംഗിളും കറക്റ്റ് ആണോ നോക്കിയാൽ മതി. സാർ, ഇതിൽ ബെവൽ ആംഗിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും 30 ആണോ 40 ആണോ. സപ്പോസ് ബെവൽ ആംഗിൾ കൊടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഓൺലി റിവറ്റ് ഹെഡ് കട്ടിങ്ങിന് ഏത് ന്യൂസിലാണ് ഉപയോഗിക്കുന്നത് മാത്രം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ബിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി 2 തന്നെയാണ്. അല്ല, ബെവൽ എന്ന് പറയുന്നില്ല, ഓൺലി റിവറ്റ് ഹെഡ് കട്ടിങ് മാത്രം. രണ്ടും ഉത്തരമാണോ അപ്പൊ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ഇവിടെ കണ്ടായിരുന്നു നമ്മുടെ ഇതിൽ. അല്ല, ഇത് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ അതാണെന്ന് തോന്നുന്നു സാർ. ഒന്ന് 9th ക്വസ്റ്റ്യൻ അതാണെന്ന് തോന്നുന്നു. അല്ല സോറി ഇതിലല്ല, വേറെ ഏതിലാണ് എവിടെയോ കണ്ടിട്ടുണ്ട്. അല്ല, നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഞാനും അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇത് ചെയ്യാം. ഓക്കെ, നമുക്ക് 9th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യനില് വിച്ച് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടോർച്ച് ടിപ്പ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഗ്രൂവിംഗ് ഫ്ലെയിങ് മെഷീനിങ് ഇൻ ഓക്സി അസറ്റിലിംഗ് കട്ടിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലേക്ക് ഉത്തരം ഇതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ കാണാനുണ്ട് അല്ലെ? ഇല്ല അതാണോ 20 ഡിഗ്രി 20 ഡിഗ്രി 6 പ്രീ ഹീറ്റിംഗ് ഹോൾ. ഓക്കെ, ഇതാണ് ഓപ്ഷൻ എ ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 20 ഡിഗ്രി ബിവൽഡ് 6 പ്രീ ഹീറ്റിംഗ് ഹോൾസ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇതാണ് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഞാനത് പ്രീ ഹീറ്റിംഗ് ഹോൾസിന്റെ ഒരു ഇത് വെച്ചെന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അല്ലെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക.
വിച്ച് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടോർച്ച് ടിപ്പ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹാൻഡ് കട്ടിംഗ് റിവറ്റ് ഹെഡ് ഇൻ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം? ഓക്കെ, അപ്പോ ഇതിന്റെ ഉത്തരം 45 ഡിഗ്രി 3 പ്രീ ഹീറ്റിംഗ് ഓറിഫൈസ് എന്നായിരിക്കുന്നത്. അതല്ലേ ഉദ്ദേശിച്ചത്? ഇത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. അതെ, ഇത് തന്നെയല്ലായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് എന്തായിരുന്നു ഡൗട്ട്? ശരിയാണ് സാറേ, ഇപ്പൊ ഇതിൽ മനസ്സിലായി. ഇത് കാരണം ഇതിൽ പ്രീ ഹീറ്റിംഗ് ഹോൾസ് ഡിഫറെന്റ് ആണ് കൊടുത്തത്. ഓക്കെ 30 ഡിഗ്രിയിൽ 6 പ്രീ ഹീറ്റിംഗ് ഓറിഫൈസ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ? അതല്ലേ? യെസ്, അത് 2 ആയിരുന്നു 30 ഡിഗ്രിയിൽ വേണ്ടത്. ഓക്കെ. അപ്പൊ 6 പ്രീ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ ഏത് ഓപ്ഷൻ ചെയ്താലും ഉത്തരം ക്യാൻസൽ ആവും, ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ വരികയാണെങ്കിൽ. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ആൻസർ വെച്ചിട്ട് അതിന് നമ്മളെ ആൻസറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കംപ്ലൈന്റ് കൊടുക്കാൻ ശ്രമിക്കണം. കാരണം നമുക്കിപ്പോ പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കീ കിട്ടും, പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർ കീ കിട്ടും. പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർ കീ കിട്ടിയതിന് ശേഷം നമ്മുടെ ആൻസർ നമ്മൾ എഴുതിയിട്ടുള്ളത് പ്രൊവിഷണൽ ആൻസർ കീയിൽ തെറ്റാണെന്ന് തോന്നുകയാണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിനെ എന്താണ് സാധൂകരിക്കാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു പക്ഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൈറ്റിൽ തന്നെ കയറിയിട്ട് ആൻസർ കീ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാനോ, അതല്ല നമ്മുടെ ഉത്തരമാണ് കറക്റ്റ് എങ്കിൽ നമ്മുടെ ഉത്തരത്തിലേക്ക് ചേഞ്ച് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോ അത് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. അതുപോലെ നമുക്ക് പലതരത്തിലുള്ള ഇതുകൾ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് പറയാം ആൻസർ കറക്റ്റ് അല്ല എന്ന് പറയാം, ഓപ്ഷനിൽ ഇല്ലാത്ത ആൻസർ ആണെന്ന് പറയാം. അതുപോലെ ഈ ക്വസ്റ്റിന് തന്നെ 2 ആൻസറും കറക്റ്റ് ആണെന്ന് പറയാം. പക്ഷെ അതിനൊക്കെ വാലിഡ് ആയിട്ടുള്ള എന്താണ് നിമിയുടെ ബുക്സോ അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ബുക്കുകളുടെ ഡീറ്റെയിൽസോ കൊടുക്കണം എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഒറിഫൈസിന്റെ ഒരു കേസ് നോക്കിയാൽ മതി കേട്ടോ. മീൻസ് എത്ര ഹോൾസ് ആണ് അതിൽ ഇട്ടിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. 30 ഡിഗ്രിയുടെ എനിക്ക് തോന്നുന്നു 2 പ്രീ ഹീറ്റിംഗ് ഹോൾസ് ആണ്. ശരിക്കും അതുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. 2ൽ ഏതാണ് ശരിയെന്ന് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ. കട്ടിംഗ് ടോർച്ച് ഓഫ് ഓക്സി അസറ്റിലിൻ കട്ടിംഗ് ഈസ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡാഷ് 60 ഡിഗ്രി 90 ഡിഗ്രി അതുപോലെ 120 ഡിഗ്രി പാരലൽ ആയിട്ട്. എങ്ങനെയാണ്? ഏത് ഡിഗ്രിയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ് ഉത്തരം. ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാവില്ല. ഇതില് നമുക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ PSC ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എല്ലാ ഇൻസ്ട്രക്ടർമാർക്കും കൊടുക്കുന്നത് അറൌണ്ട് 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പണ്ടത്തെ പോലെ 50 ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് PSC ഇപ്പൊ കൊടുക്കുന്നില്ല. PSC കൊടുക്കുന്നത് 10 ക്വസ്റ്റ്യൻ ആണ്. 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ആണ് മാക്സിമം കൊടുക്കുന്നത്. 20 ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് 5 ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരിക്കണം, അല്ലെങ്കിൽ അറൌണ്ട് 30 to 50% വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഡയറക്റ്റ് നമുക്ക് ലെവൽ 1 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്ക്. അതുപോലെ ലെവൽ 2 ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്, റീസൺ ഒക്കെ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനത്തെ അതിനൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റീവ് എന്നൊക്കെ രീതിയിൽ നമ്മൾ ഇത് ചെയ്യാറുള്ളത്. ലെവൽ 2 ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചും കൂടി സബ്ജക്റ്റീവ് ആയിട്ട്. ലെവൽ 3 ക്വസ്റ്റ്യൻ ആണ് ശരിക്കും സബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ ഇത്രയും സിമ്പിൾ ആണ് നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് കട്ടിംഗ് നോസിൽ വിത്ത് ബോഡി? ഇത് എത്രയാണ്? കട്ടിങ്ങിന്റെ ആണ് കേട്ടോ, കട്ടിംഗ് നോസിലിന്റെ തന്നെയാണ്. ബോഡി 90 ഡിഗ്രി. 90 ഡിഗ്രി തന്നെയാണ് കേട്ടോ. ഇത് കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. ഞാനത് ചെറുതായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെറുതായിട്ട് ഡിസ്റ്റ് ചെയ്തെന്നുള്ളൂ. 90 ഡിഗ്രി തന്നെയാണ്. അപ്പോ എന്താണ് നമ്മള് കൺഫ്യൂഷൻ ആക്കിയിട്ട് വേറെ ഇതിലേക്കൊന്നും ഉത്തരത്തിലേക്കൊന്നും പോകണ്ട. അത് കാരണം ഞാൻ അടുത്ത് തന്നെ 2 ക്വസ്റ്റ്യൻ ഇട്ടത്. നിങ്ങൾ ഏതെങ്കിലും കാരണവശാല് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ആവരുത്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ ഒരു കാര്യം. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് വെൽഡിംഗ് നോസിൽ വിത്ത് നെക്ക്? എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പൊ ഇതിലൊന്നും നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണ്. ഇതിലിപ്പോ എന്താ പറയാ, എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ട്. ഒന്നിലും കൺഫ്യൂഷൻ ആവേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ വെൽഡിംഗ് നോസിലിന്റെ നെക്കായിട്ടുള്ളത് 120 ഡിഗ്രിയാണ് കേട്ടോ. അപ്പൊ അതില് നിങ്ങൾക്ക് ഡൗട്ട് തോന്നേണ്ട ആവശ്യമില്ല. വെൽഡിംഗ് നോസിലാണ്. കട്ടിംഗ് നോസിലും വെൽഡിംഗ് നോസിലും ഞാനിത് എപ്പോഴും ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാള് ഇപ്പോ
ഇന്നത്തെ ദിവസം നോക്കണ്ട, ഇത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ കാണണ്ടായിരിക്കും. അപ്പൊ അവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമതൊക്കെ ഒന്ന് പറയണേ കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ വളരെ ഈസിയാന്ന് എനിക്കറിയാം. ഓക്കെ, വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കട്ടിംഗ് നോസിൽ ഡയമീറ്റർ ഫോർ കട്ടിംഗ് 125 തിക്നെസ് ഓഫ് MS പ്ലേറ്റ്? ഇത് കുറച്ച് കൺഫ്യൂഷൻ ആക്കാനുള്ള ചാൻസ് ഉള്ളതാണ്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് നിങ്ങൾ ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ ഇതുണ്ടോ, ഈ ഒരു ഡീറ്റെയിൽ ഉണ്ടോ? ഏറ്റവും പുതിയ NSQF-ന്റെ ടെക്സ്റ്റിൽ ഈ കട്ടിംഗ് നോസിലും തിക്നെസ് ഓഫ് പ്ലേറ്റിനെ കുറിച്ചിട്ടുള്ളത് ഉണ്ടോ? ഏറ്റവും പുതിയ ടെക്സ്റ്റിലുണ്ടോ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്? ലെവൽ 4 ലെവൽ 4 ഞാൻ ചോദിച്ചാൽ ഏറ്റവും പുതിയത് ലെവൽ 3 അല്ലേ? ലെവൽ 3യുടെ ടെക്സ്റ്റിലുണ്ടോ ഈ ഒരു കാര്യം? ഓക്കെ, ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഇത് ഏതെങ്കിലും കാരണവശാല് ഏറ്റവും പുതിയ ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില് കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അത് നിങ്ങൾ എന്തായാലും ഇത് പഠിക്കണം, ഈ ഒരു സെക്ഷൻ പഠിക്കണം. ഏതെങ്കിലും കാരണവശാല് ലെവൽ 3യുടെ ബുക്കിൽ ഇല്ലെങ്കിൽ, ഉണ്ട് എന്നാണ് എന്റെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് എങ്ങനെയെങ്കിലും എടുത്തിട്ട് അത് നോക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല സ്റ്റഡി മെറ്റീരിയൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പഠിക്കണം. ഞാനത് ഒരു ഇതുപോലെ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇതില് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള MS പ്ലേറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, സോറി കട്ടിംഗ് നോസിലിന്റെ സൈസ് എന്ന് പറയുന്നത്? അതായത് പറയുന്നത് 125 mm തിക്നെസ് ഉള്ള 125 mm തിക്നെസ് ഉള്ള MS പ്ലേറ്റ് എന്നാണ് പറയുന്നത്. 125. അപ്പൊ ഇതിൽ ഏതാണ്? ഓക്കെ, എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം 2 ആണെന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് 2 വരാൻ കാരണം? എന്തുകൊണ്ടാണ് 2 വരാൻ കാരണം? ആൻസർ കറക്റ്റ് ആണ്. 100 to 150. യെസ്, 100 to 150 തിക്നെസ് ഉള്ള പ്ലേറ്റുകളെ 100 to 150 ഇട്ടോ. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളൂ. 100 to 150 mm തിക്നെസ് ഉള്ള പ്ലേറ്റുകളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? കട്ടിംഗ് നോസിന്റെ സൈസ് 2 ആണ് ഉപയോഗിക്കുന്നത്. ഇനി കട്ടിംഗ് നോസിന്റെ സൈസ് 2 ആവുമ്പോ ഇതിന്റെ പ്രഷർ എത്രയായിരിക്കും? ഇതിലൂടെ വരുന്ന ഈ കട്ടിംഗ് ഓക്സിജന്റെ പ്രഷർ kgf ബാർ സെന്റിമീറ്റർ സ്ക്വയറിൽ എത്രയായിരിക്കും? 4.2 to 4.6 വരും. ഓക്കെ 4.2 to 4.6 ഇതാ. ഓക്കെ, അത് നിങ്ങൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ചോദിച്ച് കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, പക്ഷെ ചോദിക്കാവുന്നതാണല്ലോ. അപ്പൊ നമ്മള് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് നോസിന്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ് നോക്കുക? എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0.8 മുതൽ ഏകദേശം 3.2 വരെയാണ് നമ്മുടെ ഇതനുസരിച്ച് പറയണത്. 0.8 അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 0.4 mm ഇൻക്രീസ് ആയിട്ട് ആദ്യം നമ്മൾ 0.8 പിന്നെ ഒരു 0.4 ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1.2. പിന്നെ എത്ര വരുന്നത്? 1.6, പിന്നെ 2.0, 2.4, 2.8, 3.2. ഇങ്ങനെയാണ് ഈ നോസിലിന്റെ സൈസ് ഇങ്ങനെ ഒരു 0.4ന്റെ സ്പാനിൽ ഇൻക്രീസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പഠിക്കുക, നമുക്ക് ഏകദേശം അറിയാം 4 mm മുകളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 0.8 ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? 3 to 6 mm പ്ലേറ്റിന് വേണ്ടിയിട്ട് 0.8 ഉപയോഗിക്കുന്നു. അടുത്തത് ഈ 6ന് ഇങ്ങോട്ട് പിടിക്കുക, 6 to 19. 19നെ അടുത്തേക്ക് ഇങ്ങോട്ട് പിടിക്കുക, 19 to 100. ഈ 100നെ ഇപ്പുറത്തേക്ക് പിടിക്കുക, 100 to 150. പിന്നെ നമുക്ക് ഈസിയാണ് 150 to 200, 200 to 250, 250 to 300. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക, 125ന് പകരം ചിലപ്പോൾ 225 ആയിരിക്കാൻ ചോദിക്കുക. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്താൽ മതി. ആ ഒരു 0.8 സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ 3.2 എൻഡ് ചെയ്യുന്നതും
3.82 എന്റെ രീതിയിലും കുഴപ്പമില്ല. മീൻസ് നിങ്ങളൊന്ന് അത് നോക്കിയാൽ മതി, 0.8 ഒന്ന് നോക്കിയാൽ മതി. അവിടുന്ന് ഈ ഒരു കാര്യം നോക്കുക. പെർമ്യൂട്ടേഷൻ എന്നുള്ളത് 0.4 mm ഡിഫറൻസ് ആണ് സംഭവിക്കുന്നത്, ഇൻക്രീസ് ആണ്. ഇപ്പോൾ 0.8, 1.2, 1.6, 2.0, 2.4, 2.8, 3.2. അതേപോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പ്ലേറ്റിന്റെ തിക്നെസ് 3 to 6 mm. ആ 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 6 to 19 mm. അതിപ്പോ നമ്മൾ മനസ്സിൽ 18 എന്ന് വിചാരിച്ചാലും മതി. അത് കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് 19 ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു, 19 to 100. അത് കഴിഞ്ഞാൽ 100 ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു. പിന്നെ എല്ലാത്തിനും 50 പ്ലസ് 100 to 150, 150 to 200, 200 to 250, 250 to 300. ഓക്കെ, കട്ടിംഗ് പ്രഷർ ഒന്ന് നോക്കിയാൽ മതി. ഏകദേശം 1 to 1.4 ആണ് 0.8 mm വരുന്നത്. 0.8 mm വരുന്നത് 1 to 1.4 kgf per centimeter square ആണ് വരുന്നത്. അതുപോലെ 1.2 ആകുമ്പോൾ 1.4 to 2.1. അങ്ങനെ അത് ഇൻക്രീസ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് കൃത്യമായിട്ട് വായിച്ചോളൂ ഈ ഒരു കാര്യം. 2.1 to പിന്നെ വരുന്നത് 4.2 ആണ്, 4.2, 4.6, അതുപോലെ 4.6 to 4.9, 4.9 to 5.5, അതുപോലെ 5.5 to 5.6. ഓക്കെ, അത് കോമൺ ആയിട്ട് പറയുന്നതാണ് 5.5 to 5.6 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഒന്നും കൂടി മനസ്സിൽ നോക്കിക്കോളൂ. കട്ടിങ് ഓക്സിജന്റെ പ്രഷറും കൂടി ചോദിക്കാം. ദർ ഇസ് എ ചാൻസ്. Which is the most suitable cutting nozzle diameter for cutting 250 mm thickness? നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. എത്രയാണ്? 3.2. 3.2 ആണ്. ഓക്കെ, താങ്ക് യു.